ഈ അറബ്സിന്റെ സ്ഥലത്ത് പോയാൽ അവർ ചിലപ്പോൾ പീഡിപ്പിക്കും, അവരെ കൊന്നുകളയും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അവൾക്ക് പിന്നെ ഞാൻ ഈ ഗേറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അവൾ ജീവിതത്തിൽ. നമസ്കാരം, എന്തൊക്കെ മക്കളെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, നമ്മളെ മാഹിനെ പറ്റി അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നല്ലൊരു ബ്ലോഗർ, അതായത് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് നല്ല നല്ല വീഡിയോകൾ നമ്മളെ മുന്നിൽ എത്തിച്ചേരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു അടിപൊളി ബ്ലോഗറാണ്. ഇപ്പോൾ ഇസ്രായേലും പലസ്തീനിലും എല്ലാം പോയിട്ട് അവിടെയുള്ള കാഴ്ചകളെല്ലാം, കാരണം അത്രയും ഡേഞ്ചർ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ പോയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസുകളൊക്കെ എടുത്ത് വിടണമെങ്കിലേ അതിന് കുറച്ച് ധൈര്യം തന്നെ വേണം. നല്ലൊരു ധൈര്യമുള്ളൊരു മോനാണത്. കണ്ടവരുണ്ടാവും, പക്ഷെ കാണാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങളും നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരു ന്യൂസുകാരും കാണിക്കാത്ത വീഡിയോസുകളൊക്കെയാണ് സ്ഥലങ്ങളൊക്കെയാണ് അവൻ കാണിച്ചു തരുന്നത്. ഫലസ്തീനിലും അതേമാതിരി ഇസ്രായേൽ ജൂതരുടെ ആരാധനാലയങ്ങളുടെ അകത്ത് പോയിട്ട്, ഫലസ്തീനിൽ അൽ-അഖ്സ മസ്ജിദിൽ പോയിട്ട്, അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് നല്ല വീഡിയോസുകളൊക്കെയാണ് അവൻ്റെ വീഡിയോസുകൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഈ അറബ്സിന്റെ സ്ഥലത്ത് പോയാൽ അവർ ചിലപ്പോൾ പീഡിപ്പിക്കും, അവരെ കൊന്നുകളയും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം. അവൾക്ക് പിന്നെ ഞാൻ ഈ ഗേറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അവൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഗേറ്റിലൂടെ ഉള്ളിലോട്ട് കയറുന്നത്. അല്ലേ, ഐ ആം ഓൾസോ വെരി ഫേമസ് ഓൺ യൂട്യൂബ്. ഐ ആം വെരി ഫേമസ്. You are welcome. Thank you. Bye bye. Bye bye. ശുക്രാൻ. മസലാമ. ായിട്ടുള്ള പലസ്തീനി ഡ്രസ്സാണ് കേട്ടോ പെൺകുട്ടികളൊക്കെ ഇടുന്നത്. അവിടെ നമ്മുടെ പൈനാപ്പിളൊക്കെ ആണ് കേട്ടോ. നല്ല അടിപൊളി പൈനാപ്പിളൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. പിന്നെ എല്ലാവരും പള്ളിയിൽ വന്ന എല്ലാ ആൾക്കാരും സാധനം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവാ. അങ്ങനെ നമ്മുടെ മസ്ജിദുൽ അഖ്സയെ ഇവിടെ പറഞ്ഞുകൊണ്ട് പോവാണ്. മസലാമ. ഇത് ഏത് ഗേറ്റാണെന്ന് മനസ്സിലാവുന്നില്ല, കുറേ ഗേറ്റുകളുണ്ട്. എൻ്റെ അമ്മ, ഇവിടെ ഫുള്ള് സൂക്കാണല്ലോ, അടിപൊളി. നമ്മുടെ 700-നും 1200 കാലഘട്ടത്തിനും ഇടയ്ക്കുള്ള സൂക്കാണ് കേട്ടോ. എൻ്റെ അമ്മ, ഇവിടെ ആളുകൾ ഇതാണ്ട് ഇതുപോലുള്ള കളിപ്പാട്ടങ്ങളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. കൊള്ളാം കേട്ടോ. ഇനി ഞാൻ ആക്ച്വലി വന്ന ഏതിലേക്കൂടെയെന്ന് വെച്ചാൽ, ഇവിടെ ഏത് വഴി കയറണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് കടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഈ ഗേറ്റിന്റെ അവിടെയും കുറെ ഇന്ത്യ. മുസ്ലിം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. Alone or with somebody? Alone. Yeah. You was inside? Yeah, I just went there. You pray to her here? Yeah. പോകാന്ന് വെച്ചാലും അവിടുത്തെ ഗ്രാമങ്ങളിൽ കൂടി ആയാലും ഉൾഗ്രാമങ്ങളിൽ കൂടി എല്ലാം പോയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ജൂതന്മാരെ ആരാധനാലയത്തിൻ്റെ അകത്ത് പോയിട്ടാവും അവരെ കൂടെ നിന്നിട്ടാവും വീഡിയോ എടുക്കുന്നുണ്ട്. അവൻ എവിടെ ചെന്നാലും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്, എവിടെ ചെന്നാലും. പിന്നെ അവനെ എതിർക്കുന്ന ആൾക്കാർ ബാഡ് കമൻറ്റ് ഉണ്ടാവരില്ല, കുറേ ഒരുപാടുണ്ട്. അതിപ്പോൾ ഏത് വിഷയത്തിനുണ്ടാവും, എല്ലാറ്റിനും ഉണ്ടാവും. ബാഡ് കമൻറ്റ് ഇടാനില്ല ആൾക്കാർ, അവരെ വഴിക്ക് വിട്ടിക്കാണ്. അവനതൊന്നും നോക്കുന്നതല്ല, അത് നോക്കും വേണ്ട. പക്ഷെ അവൻ ഒരുപാട് ആരും സഞ്ചരിക്കാത്ത വഴികളിൽ കൂടിയൊക്കെ അവൻ പോയി സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് കൂടിയൊക്കെ അതിനൊക്കെ കുറച്ച് ധൈര്യം തന്നെ വേണം. അവൻ ഒറ്റക്ക് പോകുന്നുണ്ട്. പിന്നെ അവൻ എവിടെ ചെന്നാലും നല്ല ഫ്രണ്ട്സിനെ കിട്ടും. ഏത് വീട്ടുകാരും അവനെ സ്നേഹത്തോടെ സ്വീകരിക്കും. അതാണ് ഒരു ജൂത കുടുംബത്തിലൊരു പെൺകുട്ടി ഇതേവരെ ഒരു മുസ്ലിം കുടുംബത്തിൽ കയറിയിട്ടില്ല. ആ പെൺകുട്ടിനെ അവൻ ഈ പലസ്തീനിൽ പോയിട്ട് ഒരു അറബിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചായ കൊടുത്ത് വാങ്ങി സൽക്കരിച്ച് അവർ എന്ത് സ്നേഹത്തോടെയാണ് അവർ പിരിഞ്ഞു പോകുന്നത് നോക്കണം. വളരെ സ്നേഹത്തോടെ. ഇപ്പം മനുഷ്യന്മാരെല്ലാവരും സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ രാജ്യങ്ങളുടെയൊക്കെ അതൊക്കെ വേറൊരു വിഷയമാണ്. അതിനെപ്പറ്റിയൊക്കെ അവൻ്റെ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട്. അവൻ പറയുന്ന എല്ലാം വളരെ കൃത്യമാണ്. ഏതായാലും അവൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളുണ്ട്.
ഞാൻ അവൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. കാണാത്തവർക്കൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളുണ്ട്. എന്റെ യാത്രയിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഏത് നാട്ടിലും എനിക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന വാതിലുകളാണ്. ആഫ്രിക്കയിലൂടെ ഉള്ള യാത്രയിലാണ് ഞാൻ എത്യോപ്യയിൽ എത്തുന്നതും മഹിലത്തിന്റെ വീട്ടിൽ എത്തുന്നതും. മകന്റെ പ്രായമുള്ള എന്നെ മഹിലത്തിന്റെ അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് വരവേറ്റു. പിന്നീടുള്ള ഒരാഴ്ച അവിടെ അവരുടെ കൂടെ പാടിയും ആടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടും കാഴ്ചകൾ നടന്ന് കണ്ടുകൊണ്ടും ഒക്കെ ചിലവഴിച്ചു. എപ്പോഴത്തെയും പോലെ ഇവരുടെ മനസ്സിൽ ഞാനും എന്റെ മനസ്സിൽ ഇവരും ഇടം പിടിച്ചിരുന്നു. എന്നെ സ്വന്തം മകനെ പോലെ നോക്കിയ അമ്മയോട് വീണ്ടും വരുമെന്ന് ഉറപ്പു നൽകി ഞാൻ അവിടുന്ന് വിഷമത്തോടെ പിരിഞ്ഞു. 1 മാസത്തിന് ശേഷം ജിബൂട്ടിയും എറിട്രിയയും സഞ്ചരിച്ച ഞാൻ വീണ്ടും വാക്ക് പാലിക്കാൻ തിരിച്ചു എത്തിയിരിക്കുകയാണ്. ജോലിക്ക് പോയി തിരിച്ചു വന്ന മഹിലത്ത് വാതിൽ തുറന്നപ്പോഴേക്കും എന്നെ കണ്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ രാവിലെ എണീറ്റ് വന്ന അമ്മയും ഞെട്ടിയിരിക്കുന്നു. മകൻ വന്ന സന്തോഷത്തിൽ ഇഞ്ചേറ തന്ന് ആദ്യം തന്നെ എന്നെ സ്വീകരിച്ചു. വീണ്ടും വരുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അടുത്ത ദിവസം ഞാൻ അവിടുന്ന് പിന്നീട് പിരിയുകയുണ്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, കണ്ടവർക്കെല്ലാം അറിയുന്നവരൊക്കെ ഉണ്ടാകുമായിരിക്കും. ഇവൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുകൊണ്ടു. നല്ല വീഡിയോസുകളായിരിക്കും. ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടുത്തെ ഒരുപാട് രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിലെയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും തുറന്ന് കാണിച്ച് സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് അടിച്ചോളൂ. പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിസൈൽ വീണ് ഞാൻ ബങ്കറിലോട്ട് ഓടിയ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ആ സ്ഥലത്ത് നിൽക്കുവാണ്. കഴിഞ്ഞ ദിവസം നമ്മളെ കാറിൽ കടത്തി വിട്ടില്ല. ഈ കാണുന്ന വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഇന്നലെ